വെൽക്കം ടു ഫാർമ PhD എക്സാം. ഇന്നത്തെ ക്ലാസ്സിൽ ഫാർമസ്യൂട്ടിക്കൽ ഓർഗാനിക് കെമിസ്ട്രി ആണ്. അതിൽ ലെക്ചർ 3 ക്ലാസ് ആണ്. ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഹൈഡ്രോകാർബണിൽ കാർബണും ഹൈഡ്രജനും ഉണ്ടാവും. ടെർഷ്യറി കാർബൺ ആറ്റം എന്ന് പറയുന്നത് ഒരു കാർബൺ അടുത്തൊരു 3 അനദർ ആറ്റം കാർബൺ ആറ്റവുമായിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ടാവും. എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ സി എന്ന് വയ്ക്കാം. അതിൽ ഇനി ഈ ഒരു കാർബൺ അടുത്ത 3 കാർബണായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. ഇനി നമുക്ക് മോളിക്കുലാർ ഫോർമുല എഴുതാൻ പറ്റും. മോളിക്കുലാർ ഫോർമുല എഴുതുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്ന 2-methyl pentane അല്ലേ. 2-methyl pentane മോളിക്കുലാർ ഫോർമുല നോക്കുകയാണെങ്കിൽ പെൻറ്റ് എന്ന് പറഞ്ഞാൽ 5 അപ്പോൾ നമുക്ക് ആദ്യം 5 കാർബണുള്ള ഒരു കോമ്പൗണ്ട് വരയ്ക്കണം. എന്നിട്ട് ബാക്കി അതിൽ രണ്ടാമത്തെ പൊസിഷനിൽ മിഥൈൽ ഗ്രൂപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ CH3 എന്ന് നമുക്ക് എഴുതാം. അത് കഴിഞ്ഞിട്ട് ബാക്കി ഹൈഡ്രജൻ വെച്ചിട്ട് വാലൻസി സെറ്റ് ചെയ്യാം. അപ്പോൾ ANA എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആൽക്കെയിൻ ചെയിൻ ആണ്. ഓക്കെ, സാച്ചുറേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ CH3 നമുക്ക് എഴുതാം. അതുപോലെ തന്നെ ഇനിയുടെ 1, 2, 3, 4 എണ്ണമായി രണ്ടാമത്തെ കാർബണിൽ. അപ്പോൾ CH എന്ന് കൊടുക്കാം. ഇനി ബാക്കി 2 ഹൈഡ്രജൻ കൊടുക്കാം. ഇവിടെയും 2 ഹൈഡ്രജൻ കൊടുക്കാം. ഇവിടെ 3 ഹൈഡ്രജൻ കൊടുക്കാം. അപ്പോൾ ടോട്ടൽ നോക്കുമ്പോൾ കാർബണിൻ്റെ എണ്ണം നോക്കുമ്പോൾ 6 എണ്ണം ഉണ്ട്. അതുപോലെ തന്നെ ഹൈഡ്രജൻ്റെ എണ്ണം നോക്കാം. 3, 2, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. അപ്പം മോളിക്കുലർ ഫോർമുല നോക്കുമ്പോൾ C6H14 ആണ് 2-methyl pentane മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത്. ഇനി മാർഷ് ഗ്യാസ് എന്ന് പറയുന്നത് മീത്തേൻ, CH4 മീത്തേൻ ആയിരിക്കും. ഇനി ബോയിലിംഗ് പോയിൻ്റ് നോക്കുകയാണെങ്കിൽ മോളിക്കുലർ വെയിറ്റ് കൂടുന്തോറും ഒരു കോമ്പൗണ്ടിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് കൂടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് N ഒക്ടേൻ ആണ് ഏറ്റവും കൂടുതൽ എന്നുള്ളത്. ഇനി ഒരു പ്രിപ്പറേഷനാണ്, അതായത് N ഹെപ്റ്റേൻ എന്ന ഒരു കോമ്പൗണ്ടിനെ നമ്മൾ 600 ഡിഗ്രി സെൽഷ്യസിൽ അലുമിനിയയുടെ പ്രസൻസിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന റിയാക്ഷൻ അരോമാറ്റൈസേഷൻ ആയിരിക്കും. അതായത് നമുക്കൊരു അരോമാറ്റിക് കോമ്പൗണ്ട് ആയിരിക്കും കിട്ടുക. ഇനി ആൽക്കെയിൻ്റെ ഹൈബ്രിഡൈസേഷൻ നോക്കുകയാണെങ്കിൽ sp3 ആയിരിക്കും. അതുപോലെ തന്നെ ആൽക്കെയിൻ്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CnH2n+2. ഒരു മീത്തേൻ മോളിക്യൂൾ, അതായത് നേരത്തെ പറഞ്ഞ CH4 ആണെങ്കിൽ അതിൻ്റെ ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ്സ് അല്ലെങ്കിൽ 109.5 എന്ന് നമ്മൾ പറയാറുണ്ട്. ഇനി മീത്തേൻ CH4 ക്ലോറിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ UV ലൈറ്റിൻ്റെ പ്രസൻസിൽ ക്ലോറിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് മീഥൈൽ ക്ലോറൈഡ്, അതായത് CH3Cl ആയിരിക്കും. ഇനി വൂഡ്സ് റിയാക്ഷൻ, ആൽക്കെയിൻ്റെ സിന്തസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു റിയാക്ഷനാണ് വൂഡ്സ് റിയാക്ഷൻ. ഇനി ഇപ്പം നേരത്തെ പറഞ്ഞ മീത്തേനെ ക്ലോറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിഥൈൽ ക്ലോറൈഡ് കിട്ടുമെന്ന് പറഞ്ഞു. ആ മിഥൈൽ ക്ലോറൈഡിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് ഫ്രീ റാഡിക്കൽ ചെയിൻ മെക്കാനിസം ആയിരിക്കും. ഇനി സൈക്ലോ ആൽക്കെയിൻസിനെ നമ്മൾ പറയും ആലിസൈക്ലിക് കോമ്പൗണ്ട്സ് എന്നാണ് പറയുക. അതിന് കാരണം സൈക്ലോ ആൽക്കെയിൻസ് ഒരു അലിഫാറ്റിക് കോമ്പൗണ്ട്സ് ആണ്. അതുപോലെ തന്നെ അത് സൈക്ലിക്കിൻ്റെ രൂപത്തിലാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ആലിസൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇനി സിമൺ സ്മിത്ത് സിന്തസിസ് ഉണ്ട്. ഈ സിന്തസിസ് കൊണ്ട് നമുക്ക് സൈക്ലോ ആൽക്കെയിൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിളാണ് സൈക്ലോഹെക്സെയിനെ പ്രിപ്പയർ ചെയ്യേണ്ടത്. സൈക്ലോഹെക്സെയിൻ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ബെൻസീൻ യൂസ് ചെയ്യുക. ബെൻസീനെ നമുക്ക് റെഡ്യൂസ് ചെയ്താൽ മതി നിക്കലിൻ്റെ പ്രസൻസിൽ. അപ്പോൾ നമുക്ക് റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഓക്സിജൻ ആണല്ലോ. അപ്പോൾ ബെൻസീനിലെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത ശേഷം അവിടേക്ക് ഹൈഡ്രജൻ കയറുന്നു. അപ്പോൾ എന്തായി? നമുക്ക് സൈക്ലോ ഹെക്സെയിൻ കിട്ടും. സോ ഞാൻ ബെൻസീൻ വരയ്ക്കാം. ഈ ബെൻസീൻ നമ്മൾ നിക്കലിൻ്റെ പ്രസൻസിൽ റിഡക്ഷൻ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ 1, 2, 3, 4, 5, 6 ഹൈഡ്രജൻ ആ റിങ്ങിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് കിട്ടും
സൈക്ലോഹെക്സെയിൻ. ക്ലോറിനേഷൻ ഓഫ് മീത്തേൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ റാഡിക്കൽ ചെയിൻ റിയാക്ഷൻ മെക്കാനിസം വഴിയാണ് നടക്കുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എപ്പോഴും ചെയിൻ ഇനീസിയേഷൻ ആയിരിക്കും. ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ചെയിൻ പ്രൊപ്പഗേഷൻ എന്ന് പറയും. ലാസ്റ്റ് ആ റിയാക്ഷൻ കംപ്ലീറ്റ് ആവണമല്ലോ, അപ്പോൾ നമുക്ക് ചെയിൻ ടെർമിനേഷൻ നടക്കും. അപ്പോൾ ഫസ്റ്റ് ചെയിൻ ഇനീസിയേഷൻ സ്റ്റെപ്പിൽ യു വി ലൈറ്റിൻ്റെ പ്രസൻസിൽ ക്ലോറിൻ ഹോമോലൈറ്റിക് ഫിഷൻ നടന്ന ശേഷം 2 ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ഉണ്ടായിട്ടുണ്ടാവും. ഈ 2 ഉണ്ടായ ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ഇനി അടുത്ത ചെയിൻ പ്രൊപ്പഗേഷനാണ് മീത്തേൻ മോളിക്യൂളിൽ അറ്റാച്ച് ചെയ്യും. അവസാനത്തെ എന്ന് പറയുന്നത് ചെയിൻ ടെർമിനേഷനാണ്. ഈ ടെർമിനേഷൻ സ്റ്റെപ്പിൽ ആ റിയാക്ഷൻ എൻഡ് ആവണ്ടേ, അപ്പോൾ ആ റിയാക്ഷൻ എൻഡ് ആവുന്നത് ചെയിൻ ടെർമിനേഷൻ സ്റ്റെപ്പാണ്. എപ്പോഴാണോ 2 ഫ്രീ റാഡിക്കൽ തമ്മിൽ ജോയിൻ ആവുന്നത് ആ റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഇനി കുക്കിംഗ് ഗ്യാസ്, LPG ഗ്യാസിലെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടൈനും ഐസോബ്യൂട്ടൈൻ്റെയും ഒരു മിക്സ്ചർ ആയിരിക്കും. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയി പോയതാണ്. ഒരു എക്സാമ്പിൾ N-ഒക്ടെയ്ൻ എന്ന് പറയുന്നത് അതിന് ഹയസ്റ്റ് ബോയിലിംഗ് പോയിൻ്റ് ആയിരിക്കും. ഇനി ആൽക്കീനെ നമ്മൾ വേറൊരു ടേമിൽ പറയാറുണ്ട്, ഒലിഫീൻ. എക്സാമ്പിൾ ഇങ്ങനെ ഒലിഫീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഓപ്ഷൻസ് ആൽക്കൈൻ ആൽക്കീൻ ആൽക്കൈൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം ഒലിഫീൻ എന്ന്, ആൽക്കീൻ എന്ന്. ഇനി ഹൈബ്രിഡൈസേഷൻ, അപ്പോൾ നേരത്തെ പറഞ്ഞു സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. ആൽക്കീൻ അപ്പോൾ ഡബിൾ ബോണ്ട്സ് ഉണ്ടെങ്കിൽ അവിടെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp2 ആയിരിക്കും. ബേയേഴ്സ് റിയേജൻറ്റ് എന്ന് പറയുന്നത് ഡൈല്യൂട്ട് KMnO4 ആയിരിക്കും. നമ്മൾക്ക് വയലറ്റ് കളറിലെ ക്രിസ്റ്റൽസ് ആയ ഒരു കോമ്പൗണ്ട് ഉണ്ട് KMnO4, എല്ലാവർക്കും അറിയാം. ആ KMnO4 ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണെങ്കിൽ അതിന് നമ്മൾ ബേയേഴ്സ് റിയേജൻ്റ് ആണ്. നമ്മൾ അതിന് ഡബിൾ ബോണ്ട്സ് ഉണ്ടെങ്കിൽ, അതായത് സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ടെസ്റ്റ് ചെയ്യാനുള്ള റിയേജൻ്റ് കൂടെയാണ് ബേയേഴ്സ് റിയേജൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ബേയേഴ്സ് റിയേജൻറ്റ് ഡീകളറൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ, അതായത് KMnO4ൻ്റെ ആ ഒരു വയലറ്റ് ടു പർപ്പിൾ കളറ് പോയി കഴിഞ്ഞാൽ നമുക്ക് പറയാം അതിൽ ഡബിൾ ബോണ്ട്സ് ഉണ്ട്. ഇനി പതുക്കെ സ്ലോ ആയിട്ടാണ് എങ്കിൽ ആ KMnO4ൻ്റെ കളറ് നമ്മുടെ സാമ്പിൾ ഇടുമ്പോൾ നഷ്ടപ്പെടുന്നതെങ്കിൽ അതിലെന്തോ ഓക്സിഡൈസബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉള്ളതുകൊണ്ടാണ് സ്ലോ ആയിട്ട് ഡീകളറൈസ്ഡ് ആയത് എന്ന് പറയാം. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് മാർക്കോ-നിക്കോസ് റൂളും ആൻറ്റി മാർക്കോ-നിക്കോസ് റൂളും. അപ്പോൾ മാർക്കോ-നിക്കോസ് റൂള് അതായത് ഒരു ഡബിൾ ബോണ്ട് ഉള്ള ഒരു കോമ്പൗണ്ടിലേക്ക്, ഫോർ എക്സാമ്പിൾ ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് അല്ലെങ്കിൽ അതിലേക്കൊരു HX, അതായത് ഹൈഡ്രജൻ ഹാലൈഡ് അൺസിമെട്രിക്കൽ റിയേജൻ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ, ഇനി അതിൽ ഡബിൾ ബോണ്ട് അല്ലേ, അപ്പോൾ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഡബിൾ ബോണ്ടിൻ്റെ ഇടയിലേക്ക് ഓരോ ആറ്റം വെച്ച് പോവുമല്ലോ HX. അപ്പോൾ ഹൈഡ്രജൻ ഇനി എവിടേക്കാണ് പോവുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഹൈഡ്രജൻ കൂടുതൽ നമ്പറുള്ള ഹൈഡ്രജൻ്റെ സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ ഉണ്ടായത് മാർക്കോ-നിക്കോസ് റൂൾ ആണ് പ്രിഡോമിനൻ്റ് ആയിട്ട് നിന്നത്. ഇനി അതല്ല, ഇനി ആ ഡബിൾ ബോണ്ടിൻ്റെ ഇടയിൽ ലോവസ്റ്റ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ളിടത്തുള്ള കാർബണിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് അവിടെ പറയാം ആൻറ്റി മാർക്കോ-നിക്കോസ് റൂൾ എന്ന് പറയാം. ഇനി ഈ കോമ്പൗണ്ട് CH2 ഡബിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട്, CH ഡബിൾ ബോണ്ട്, CH2, ഇതുപോലൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എത്ര സിഗ്മ ബോണ്ട് ഡബിൾ ബോണ്ട് നമുക്ക് എണ്ണത്തിട്ടപ്പെടുത്താം. അപ്പം ഈ CH2 എന്നുള്ളത് എന്താ, 2 ഹൈഡ്രജൻ അവിടെ CH2 ഉണ്ട്. പിന്നെ CC അടുത്തത് ഒരു സിംഗിൾ ബോണ്ട് ഉണ്ട്, അപ്പോൾ 3. പിന്നെ CH എന്നുള്ളത് 4. പിന്നെ അപ്പുറത്ത് CC ബോണ്ട് 5. പിന്നെ ഒരു CH ബോണ്ട് 6. പിന്നെ CC ബോണ്ട് 7. പിന്നെ CH2 അല്ലേ, അപ്പോൾ 2 എണ്ണം. അപ്പോൾ മൊത്തം 9 സിഗ്മ ബോണ്ട് അവിടെ നമുക്ക് കാണാൻ പറ്റും. പൈ ബോണ്ടിൻ്റെ എണ്ണം നോക്കുവാണെങ്കിൽ ഇതിൽ 2 പൈ ബോണ്ടാണ് ഉള്ളത്. ഒരു 1,3 ബ്യൂട്ടാഡൈൻ എക്സാമ്പിൾ സ്ട്രക്ചർ വരയ്ക്കാം. അപ്പോൾ 1,3 അല്ലേ, അപ്പോൾ ബ്യൂട്ട എന്ന് പറയുമ്പോൾ 4, ഡൈ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താ 2 ഡബിൾ ബോണ്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെയും ഡബിൾ ബോണ്ട് കൊടുക്കാം, ഇവിടെയും ഡബിൾ ബോണ്ട് കൊടുക്കാം. അപ്പോൾ 1, 2, 3, 4 അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വാലൻസി ഒന്ന് കറക്റ്റ് ചെയ്യാം.
അപ്പോൾ ഇവിടെ ഓൾറെഡി 2 ബോണ്ടായി. പിന്നെ ഇവിടെ CH2 മതി, ഇവിടെ CH മതി, ഇവിടെ CH മതി, പിന്നെ CH2 മതി. ഇനി നമുക്ക് ഇതിൽ ബ്രോമിനേഷൻ അല്ലേ, അപ്പോൾ ഇവിടെയും ബ്രോമിൻ ആഡ് ചെയ്ത് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് പേരെന്തായിരിക്കും? 1,4-ഡൈബ്രോമോ ബ്യൂട്ട് ഈനായിരിക്കും. ബ്യൂട്ട് ഈ എന്ന് പറയുമ്പോൾ എന്താ? ENE ഡബിൾ ബോണ്ട്. അപ്പോൾ 2 ബ്യൂട്ടീനിൽ ബ്യൂട്ട് പറയുമ്പോൾ 4, എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ടഡ് കാർബൺ ആണ്. അപ്പോൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതിന് ശേഷം എന്ത് ചെയ്യും? രണ്ടാമത്തെ പൊസിഷനിലേക്ക് ഈ ഡബിൾ ബോണ്ട് ഷിഫ്റ്റിങ്ങും കൂടെ നടന്നിട്ടുണ്ടാവും. ഇനി ഡൈൽസാൾഡർ റിയാക്ഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് റിയാക്ഷനാണ്. അതായത് ഡയീൻ പ്ലസ് ഡൈനോഫൈൽ ഗീവ്സ് അഡക്റ്റ് എന്നാണ് പറയുന്നത്. ഡയീൻ പ്ലസ് ഡൈനോഫൈൽ ഗീവ്സ് അഡക്റ്റ്. അപ്പോൾ നമുക്ക് ആൽക്കീൻ ഓർ ആൽക്കൈൻ നമുക്ക് ഡൈൽസാൾഡർ റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്കതിനെ ഡൈനോഫൈലാക്കിയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡയീൻസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് 1,3-ബ്യൂട്ടാഡയീൻ ഡയീൻസിന് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഡൈനോഫൈലിന് എക്സാമ്പിളാണ് ആൽക്കീൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് പ്രൊപ്പീൻ റിയാക്ട് വിത്ത് ബ്രോമിൻ ടു ഫോം 1,2-ഡൈബ്രോമോ പ്രൊപ്പൈൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷന് ഒരു എക്സാമ്പിളാണ്. നമുക്ക് 2 തരം റിയാക്ഷൻ പറയാം. ഇലക്ട്രോഫിലിക് അഡീഷനും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. അപ്പോൾ ഡബിൾ ബോണ്ടിൻ്റെ ഇടയിലായതുകൊണ്ട് അപ്പോൾ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആയിട്ട് വേറൊരു ആറ്റം കയറുകയല്ലേ, അപ്പോൾ നമുക്ക് പറയാം അതിന് അഡീഷൻ എന്ന് പറയാം, ഇലക്ട്രോഫിലിക് അഡീഷൻ. അപ്പം വേറെ ഏതെങ്കിലും സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ളതിലേക്ക് ഒരെണ്ണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കയറുകയാണെങ്കിൽ നമുക്ക് പറയാം ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡബിൾ ബോണ്ട് സെപ്പറേറ്റഡ് ബൈ 1 സിംഗിൾ ബോണ്ട് ആൻഡ് ഡബിൾ ബോണ്ട്. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും വരുന്നുണ്ടെങ്കിൽ നമുക്കതിനെ കോൺജുഗേറ്റഡ് ഡയീൻസ് എന്ന് പറയാറുണ്ട്. ഇനി ട്രിപ്പിൾ ബോണ്ടിൽ എപ്പോഴും 1 സിഗ്മ ബോണ്ടും 2 പൈ ബോണ്ടും ആയിരിക്കും. ഇനി ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടിൻ്റെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. ഇനി ലിൻഡ്ലാർ കാറ്റലിസ്റ്റ്, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. പലേഡിയം പലേഡിയം ഇൻ കാൽഷ്യം കാർബണേറ്റ് ഇൻ ക്വിനോളിനാണ് ലിൻഡ്ലാർ കാറ്റലിസ്റ്റ്. പലേഡിയം കാൽഷ്യം കാർബണേറ്റ് ഇൻ ക്വിനോളിൻ. ഇനി പ്രൊപ്പൈൻ നമുക്ക് പ്രൊപ്പീനായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും ലിൻഡ്ലാർ കാറ്റലിസ്റ്റും ഹൈഡ്രജൻ്റെ പ്രസൻസിലും. അപ്പോൾ ലിൻഡ്ലാർ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കൺട്രോൾഡ് റിഡക്ഷന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റിയേജൻ്റ് ആണ് ലിൻഡ്ലാർ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓസോണലൈസിസ്, ബ്യൂട്ടൈൻ്റെ ഓസോണലൈസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നൊരു കോമ്പൗണ്ട് അസറ്റിക് ആസിഡ് ആയിരിക്കും. O3 ഓസോണുമായിട്ട് റിയാക്ട് ചെയ്യാണ്. ഇനി അസറ്റിലീൻ എന്ന കോമ്പൗണ്ടിൻ്റെ നേച്ചർ നോക്കുകയാണെങ്കിൽ അത് ഗ്യാസ് ആയിരിക്കും. ഇനി പ്രൊപ്പൈൻ നമ്മൾ ഹോട്ട് അയൺ ട്യൂബിലൂടെ 400 ഡിഗ്രി സെൽഷ്യസിൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് പേരാണ് മെസിറ്റൈലീൻ എന്നൊരു കോമ്പൗണ്ട് കിട്ടും. മെസിറ്റൈലീൻ. സൈക്ലോ ആൽക്കെയിനിലെ ഫസ്റ്റ് മെമ്പർ നമുക്കറിയാം, ഏറ്റവും ചെറുത് സൈക്ലോ പ്രൊപ്പെയിൻ ആയിരിക്കും. ആൽക്കൈനിൻ്റെ ജനറൽ ഫോർമുല CnH2n-2. നേരത്തെ പഠിച്ച ആൽക്കെയിൻ ആണെങ്കിൽ CnH2n+2, ആൽക്കീൻ ആണെങ്കിൽ CnH2n ആയിരിക്കും. ആൽക്കെയിനെ ആബ്സെൻസ് ഓഫ് എയറിൽ വെച്ച് നമുക്ക് തെർമൽ ഡിക്കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റിയാക്ഷൻ നമ്മൾ പറയും ക്രാക്കിംഗ് എന്നാണ് പറയുക. ക്രാക്കിംഗ്. അപ്പോൾ തെർമൽ ഡിക്കമ്പോസിഷൻ ഓഫ് ആൽക്കീൻ ആബ്സെൻസ് ഓഫ് എയർ ഇല്ലാതെയാണ് ഡിക്കമ്പോസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ക്രാക്കിംഗ് എന്ന് പറയും. ഇനി 1,3-ബ്യൂട്ടാഡയീനിൽ എല്ലാ കാർബൺ ആറ്റവും sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. കാരണം ഓരോ കാർബണും ഡബിൾ ബോണ്ടിലും ആയിട്ട് അറ്റാച്ച്ഡ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ കാർബണൊക്കെ sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. ഈ നേരത്തെ പറഞ്ഞ പോലെ ഡയീനും ഡൈനോഫൈലും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അഡക്റ്റ് ആയിരിക്കും.
1,3-ബ്യൂട്ടാഡൈൻ പോളിമറൈസ് ചെയ്ത് കഴിഞ്ഞാൽ പെറോക്സൈഡ്സിൻ്റെ പ്രസൻസിൽ പോളിമറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ബ്യൂണ റബ്ബർ. ഓക്കെ, ഇത് ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.